വലിയ കഴിവുണ്ടായവരല്ല ജീവിതത്തിൽ വിജയിക്കുന്നത്, ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്ന ആൾക്കാരാ ജയിക്കുന്നത്. അവിടെ ആൻഡ്രൂസ് ഉണ്ട്, ആൻഡ്രൂസ് ഓടിപ്പായുന്നവനാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആൻഡ്രൂസിനെ പൂട്ടാനുള്ള വഴികൾ, നീ അവിടെ പോണോടാ ഇവിടെ പോണോടാ, അവൻ പറയും എങ്ങോട്ടാ പോണതാ. അപ്പൊ എന്ത് ചെയ്യും? കളികൾ നന്നായി അറിയാവുന്ന ഒരു തന്ത്രങ്ങൾ മെനയും. ശരിയല്ലേ മക്കളെ? തന്ത്രങ്ങൾ മെനഞ്ഞാൽ മാത്രമേ ആ കളിയിൽ മുന്നേറാൻ പറ്റൂ. കാരണം നിങ്ങൾ നോർമലി അങ്ങോട്ട് തൊഴിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? എന്താ മോനെ? ജയിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു എയിം വേണം, തന്ത്രങ്ങൾ വേണം. ഇപ്പൊ ഒരു കളി തോറ്റുപോയി. ഈ തവണ ഈ മോന്റെ ടീം ഏതായിരുന്നു? കരയരുത്, കരയേണ്ട കാര്യമില്ല. തോറ്റെങ്കിലും കരയേണ്ട കാര്യമില്ലേ? ഏത് ടീമാണ് നിങ്ങൾ? മോനെ ഏത് സ്ഥലത്ത് പോയിട്ട് കളിക്കുന്നത്? കോതകുളം. ഓ, ടീമിലുണ്ടോ മോൻ? കോതകുളത്തിലെ മോന്റെ പേരെന്താ? ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. കോതകുളത്തിൽ നിന്ന് ഈ ടീം പുറത്തു പോയി പൊട്ടിപ്പോയി. 100-0 തോറ്റുപോയി. തോറ്റ് കഴിയുമ്പോ എന്ത് തീരുമാനിക്കും? തിരിച്ചു വരുമ്പോഴേ നമ്മൾ പറയും, എടാ അടുത്ത കളിയിൽ നമുക്ക് ജയിക്കാം. അപ്പൊ ഒരു തവണ പരാജയം വരുമ്പോ നമുക്ക് മനസ്സിലായി, ഇവനെ വേണ്ട കേട്ടോ, അവനെ വേണ്ട കേട്ടോ, അല്ലെങ്കിൽ നീ കുറച്ചുകൂടെ കളി പഠിച്ചിട്ട്. ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കളുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം? 2 വാക്കുകൾ. ഏതാണ് 2 വാക്ക്? ഉറക്കെന്ന് പറഞ്ഞേ. റൈറ്റ് ഡിസിഷൻസ്. ഉറക്കെന്ന് പറഞ്ഞേ. ശരിയായ തീരുമാനം. ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാരൻ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾ പാട്ടുപാടാൻ കഴിവുണ്ടാവണമെന്നില്ല, ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടാവണമെന്നില്ല, പഠിക്കാൻ കഴിവുണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് വലിയ കഴിവുണ്ടായവരല്ല ജീവിതത്തിൽ വിജയിക്കുന്നത്, ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്ന ആൾക്കാരാ ജയിക്കുന്നത്.